ഹായ് ഓൾ, വെൽക്കം ടു ക്ലാസ്മേറ്റ് മലയാളം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്ററാണ്. പുതിയ സിലബസ് അനുസരിച്ചുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അതിൽ 4ാമത്തെ സെക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സൊല്യൂഷനാണ്, അൺസോൾവ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ 5ാമത്തെ ചോദ്യം, ആ 4ാമത്തെ സെക്ഷനിലെ 5ാമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം, 4 ചോദ്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട്. സോ ഇതിൽ 5ാമത്തെ ചോദ്യം, prove that the quadrilateral formed by joining the midpoints of any quadrilateral is a parallelogram. ഏത് ചതുർഭുജത്തിന്റെയും വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ചതുർഭുജം സാമാന്തരികമാണെന്ന് തെളിയിക്കുക. ഓക്കെ, സോ ഏതൊരു ചതുർഭുജത്തിന്റെയും വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ചതുർഭുജം സാമാന്തരികമാണെന്ന് തെളിയിക്കണം. അപ്പോൾ ഇങ്ങനെ തിയറി ആയിട്ട് ക്വസ്റ്റ്യൻ മാത്രം തന്നിട്ടുള്ളൂ കേട്ടോ, ഫിഗറൊന്നും തന്നിട്ടില്ല. ഞാനിവിടെ ഒരു ഫിഗർ വരച്ചതാണ്, വരച്ച് ഞാനിവിടെ അതിന് നമുക്ക് എന്ത് ചെയ്യാം, പേരോട് നമുക്ക് ജസ്റ്റ് എന്താണ് അവർ ചോദിച്ചെന്ന ഐഡിയ. ഒരു ക്വാഡ്രിലാറ്ററിന്റെ സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് എല്ലാം ജോയിൻ ചെയ്ത് നമ്മളൊരു അനന്തർ ക്വാഡ്രിലാറ്ററൽ വരച്ചാൽ അതെന്തായിരിക്കും, പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണം നമുക്ക്. ഓക്കെ, അതെങ്ങനെ പ്രൂവ് ചെയ്യുന്നുള്ളത് നോക്കാം. നമുക്ക് റെഡ് കളറിൽ കാണുന്നതാണ്, ചുവപ്പ് കളറിൽ കാണുന്നതാണ് നമ്മുടെ ചതുർഭുജം, ശരിക്കും നമ്മൾ വരച്ച ചതുർഭുജം. അതിന്റെ മധ്യബിന്ദുക്കൾ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ മധ്യബിന്ദുക്കൾ കണക്ട് ചെയ്തുകൊണ്ട് ഒരു മറ്റൊരു ചതുർഭുജം വരയ്ക്കുന്നു. ആ ചതുർഭുജം എന്താണ്, പാരലോഗ്രാം, സാമാന്തരികമാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ. നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം പേര് കൊടുക്കാം. നേരത്തെ കണ്ട ആ ഫിഗർ അതേപോലെ ഇവിടെ ഉണ്ട്, എ ബി സി ഡി. അപ്പോൾ ഈ എ ബി സി ഡി എന്ന ക്വാഡ്രിലാറ്ററലിന്റെ മിഡ് പോയിന്റ്സ് ആയിട്ടുള്ള പി ക്യു ആർ എസ് ഇവ ജോയിൻ ചെയ്യും നമ്മൾ. ഓക്കെ, ഇവ ജോയിൻ ചെയ്ത് നമ്മൾ നീല കളറിലകത്ത് ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചിട്ടുണ്ട്. ആ ക്വാഡ്രിലാറ്ററൽ നീല കളർ, ബ്ലൂ കളറിലുള്ള ക്വാഡ്രിലാറ്ററലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യും നോക്കാം. ഇതില് ഈ ക്വാഡ്രിലാറ്ററൽ 4 സൈഡ്സേ ഉണ്ടാവുള്ളൂ. അതിന്റെ ടോട്ടൽ ആംഗിളിന്റെ സം 360 ഡിഗ്രി ആണെന്ന് മാത്രമേ നമുക്ക് ഐഡിയ ഉള്ളൂ. ബാക്കി സൈഡ്സ് എങ്ങനെ വേണോ നോക്കാം കേട്ടോ. അപ്പൊ ഇതില് ഇത് മിഡ് പോയിന്റ്സ് ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആദ്യം ഈ ഡയഗണൽസ് വരയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് കൊടുക്കേണ്ട ഈ ഡയഗണൽസ് ആണ്. ഞാൻ ഓൾറെഡി വരച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതാണ് ജോയിൻ എ സി ആൻഡ് ബി ഡി. ജോയിൻ എ സി ആൻഡ് ബി ഡി. എ കോമ സി, ജോയിൻ എ കോമ സി ആൻഡ് ജോയിൻ ബി കോമ ഡി. എ കോമ സിയും, അതായത് ഈ 2 പോയിന്റും എ കോമ സിയും ബി കോമ ഡി എന്ത് ചെയ്യുക, യോജിപ്പിക്കുക. അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. ഇനി നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതില് പി കോമ ക്യൂ കോമ ആർ കോമ എസ് ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് എ ബി കോമ ബി സി കോമ സി ഡി കോമ എ ഡി റെസ്പെക്റ്റീവ്ലി. അല്ലേ, നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് പി കോമ പി ക്യൂ ആർ എസ് എന്നീ ബിന്ദുക്കൾ യഥാക്രമം എ ബി കോമ ബി സി കോമ സി ഡി കോമ എ ഡി എന്നീ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ്. അല്ലെ, ഇവ യഥാക്രമം ഇവയുടെ മധ്യബിന്ദുക്കളാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ ഡയഗണലായിട്ട് കൺസിഡർ ഡയഗണൽ എ സി. വികരണം എ സി പരിഗണിച്ചാൽ, ഡയഗണൽ എ സി വികരണം എ സി പരിഗണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടും. എന്താണ്, എ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും നമുക്ക് എന്ത് കിട്ടും, ട്രയാങ്കിൾ എ സി ഡി കിട്ടും. അതുപോലെ തന്നെ ട്രയാങ്കിൾ എ സി ബിയും കിട്ടും, ട്രയാങ്കിൾ എ സി ബിയും കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഈ ട്രയാങ്കിൾസിന്റെ ഈ സൈഡ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഉള്ള, ഈ എ സിയുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഉള്ള സൈഡ്സ് തമ്മിൽ കണക്ട് ചെയ്താണ് വരച്ചിരിക്കുന്നത്. അല്ലേ, എസ് ആറും പി ക്യൂ. അപ്പൊ എസ് ആറിന്റെയും പി ക്യൂവിന്റെയും പ്രത്യേകത എന്താണ്, അത് എ സിക്ക് പാരലാണ്. അപ്പൊ നമുക്ക് എന്തെഴുതാം, SR is parallel to AC and SR is parallel to AC. അതുപോലെ തന്നെ PQ എന്താണ്, PQ parallel to AC ആണ്. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും, SR parallel to PQ എന്ന് നമുക്ക് പറഞ്ഞൂടെ. SR parallel to PQ ആണ്. അതുപോലെ തന്നെ ഇത് പകുതി ആയിരിക്കില്ലേ, SR എന്താണ്, ഹാഫ് AC അല്ലേ, അത് തന്നെ അല്ലേ എന്ത് നമ്മുടെ PQ എന്താണ്, എ സിയുടെ പകുതിയാണ്. കാരണം എ സി നോക്കൂ, ഈ ട്രയാങ്കിളിലെ എ സി എന്ന് പറയുന്ന ബേസിന്റെ പാരലായിട്ടാണ് പി ക്യു വരുന്നത്. അപ്പൊ അതിന്റെ പകുതി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ സെക്കൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഡയഗണൽ ബി ഡി എടുത്താലോ,
വികരണം ബി ഡി എടുത്താലോ, ഡയഗണൽ ബി ഡി കൺസിഡർ ചെയ്താൽ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടും. ഏതൊക്കെ? ബി ഡി എയും ട്രയാങ്കിൾ ബി ഡി എ കിട്ടും, ആൻഡ് ട്രയാങ്കിൾ ബി ഡി സി കിട്ടും. ബി ഡി സി അതിലും ഇതുപോലെ തന്നെയാണ്. കഴിഞ്ഞ നാലാമത്തെ ചോദ്യം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതിലും വരുന്നത് കേട്ടോ. നാലാമത്തെ ചോദ്യത്തിന്റെ അതേ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. പിന്നെ അവിടെ ഈ വശം ഇത് രണ്ട് ട്രയാങ്കിൾ ആയിട്ട് എടുത്ത് ചെയ്തു. ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞില്ല, രണ്ട് ട്രയാങ്കിളിൽ നിന്ന് ഇങ്ങനെ വരച്ചു. ഇവിടെ നമ്മൾ ക്വാഡ്രിലാറ്ററിൽ നിന്ന് ട്രയാങ്കിളിലേക്ക് പോകുന്നു. അവിടെ ട്രയാങ്കിളിൽ നിന്ന് ക്വാഡ്രിലാറ്ററിലേക്ക് പോയി. ഇവിടെ ക്വാഡ്രിലാറ്ററിൽ നിന്ന് നമ്മൾ ട്രയാങ്കിൾസ് ഉണ്ടാക്കുന്നു. അതേ ഉള്ളൂ വ്യത്യാസം. അതായത് അവിടെ ചതുർഭുജം ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ രണ്ട് ത്രികോണങ്ങളിൽ നിന്നെയും ചതുർഭുജത്തിലേക്ക് പോകും. അതായത് അതിന്റെ മൂന്നാമത്തെ, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ നോക്കി അറിയാം, നാലാമത്തെ ചോദ്യത്തിന്റെ മൂന്നാമത്തെ സെക്ഷനിൽ വന്ന ക്വസ്റ്റ്യന്റെ ഒരു വകഭേദം, ഒരു ലൈക്ക് അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ നോക്കുവാണെങ്കിൽ ബി ഡി പൊതുവായ വശമാണ്, മറ്റു രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ് യോജിപ്പിച്ച് വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ പി എസ് എന്ന് പറയുന്നത് ക്യു ആറിന് ഈക്വൽ ആണെന്ന് പറഞ്ഞൂടെ, പാരൽ ആണെന്ന് പറഞ്ഞൂടെ, പി എസ് പാരൽ ടു ക്യു ആർ എന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ എഴുതിയതുപോലെ നമുക്ക് എന്ത് പറയാം? പി എസ് എന്ന് പറയുന്നത് ബി ഡിയുടെ പകുതി ആയിരിക്കും, അത് തന്നെ ആയിരിക്കും ക്യു ആർ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? പി എസ് ഈക്വൽ ടു ക്യു ആർ എന്നും പറയാം. അപ്പൊ ഈ രണ്ടാമത്തെ സെറ്റ് കണ്ടീഷനും ഒന്നാമത്തെ സെറ്റ് കണ്ടീഷനും കൂടെ കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 and 2 ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് പി ക്യു ആർ എസ് ഈസ് എ പാരലലോഗ്രാം. പി ക്യു ആർ എസ് ഒരു പാരലലോഗ്രാം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്താണ്. കഴിഞ്ഞ നാലാമത്തെ ചോദ്യം നോക്കിയാൽ തന്നെ അതിന്റെ സിമിലർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ള ഒരു നാലാമത്തെ ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് റെഫർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഈ രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് ഡയഗണൽ ബേസ് ആയിട്ട് വരുന്ന വികരണങ്ങൾ പാദമായിട്ട് വരുന്ന രണ്ട് ത്രികോണങ്ങൾ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, എളുപ്പത്തിന് കിട്ടും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് എന്താണ് പാരലോഗ്രാമിന്റെ പ്രത്യേകത. സാമാന്തരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമായിരിക്കും, അത്രേ ഉള്ളൂ. ഇവിടെ നോക്കൂ, എതിർവശങ്ങൾ തുല്യവും സമാന്തരമായിട്ട് കിട്ടിയില്ലേ? ഈ എസ് ആർ ഈക്വൽ ടു പി ക്യു എന്നും കിട്ടി, പി എസ് ഇസ് ഈക്വൽ ടു ക്യു ആർ എന്നും കിട്ടി അല്ലെ. അതുപോലെ എസ് ആർ പാരൽ ടു പി ക്യു ആണ്, പി എസ് ഈക്വൽ ടു ക്യു ആർ ആണ്. അതുകൊണ്ട് എന്താണ് പി ക്യു ആർ എസ് ഇസ് എ പാരലലോഗ്രാം. പി ക്യു ആർ എസ് ഒരു സാമാന്തരികമാണെന്ന് നമുക്ക് പറയാം. വളരെ എളുപ്പമായിട്ടുള്ള, നാലാമത്തെ ക്വസ്റ്റ്യൻ നേരെ മനസ്സിലാക്കിയവർക്ക് വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ അഞ്ചാമത് കിടക്കുന്ന ക്വസ്റ്റ്യൻ. അതിന്റെ ആദ്യത്തെ പാർട്ട്. അതിന്റെ രണ്ടാമത്തെ പാർട്ട് എന്താണ്? നമുക്ക് ഇത്രയേ ഉള്ളൂ. പി ക്യു ആർ എസ് പാരലലോഗ്രാം ആണെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് തെളിയിക്കാം കേട്ടോ. അടുത്ത രണ്ടാമത്തെ പാർട്ട് നോക്കൂ. എക്സ്പ്ലെയിൻ വാട്ട് ഷുഡ് ബി ദ ഒറിജിനൽ ക്വാഡ്രിലാറ്ററൽ ടു ഗെറ്റ് ദ ഇന്നർ ക്വാഡ്രിലാറ്ററൽ ആസ്. ഇനി ആദ്യത്തെ ക്വാഡ്രിലാറ്ററലിന്റെ അകത്തെ ചതുർഭുജം ചുവടെ പറയുന്നവയിലെ ഓരോ രൂപങ്ങളുമാകാൻ ആദ്യത്തെ ചതുർഭുജത്തിന്റെ സവിശേഷതകൾ എന്തായിരിക്കണമെന്ന് വിശദീകരിക്കുക. ഓക്കെ, അകത്തെ ചതുർഭുജം എന്താവണം? ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലൊക്കെ ആവാൻ. സമഭുജ, സാമാന്തരികം, ചതുരം, സമചതുരം. കഴിഞ്ഞ ക്വസ്റ്റിന്റെ അതേ റിപ്പറ്റീഷൻ ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്, ഇതില് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ സമഭുജ, സാമാന്തരികം, ചതുരം, സമചതുരം, റോംബസ്, റെക്ടാങ്കിൾ, സ്ക്വയർ. നോക്കൂ, ഈ ഇതിൽ നോക്കിയാൽ തന്നെ നമ്മൾ ഇവിടെ പാരലോഗ്രാം ആയത് എതിർവശങ്ങളൊക്കെ ഓപ്പോസിറ്റ്സ് ഈക്വൽ ആവണം, പാരൽ ആവണം, അത് മാത്രമേ ഉള്ളൂ കണ്ടീഷൻ. ഇനി ഇത് റോംബസ് ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? പി ക്യു ആർ എസ് റോംബസ് ആവണമെങ്കിൽ, അതായത് സമഭുജ സാമാന്തരം ആവണമെങ്കിൽ എന്തായിരിക്കണം? പി ക്യു ഈക്വൽ ടു ക്യു ആർ ഈക്വൽ ടു ആർ എസ് ഈക്വൽ ടു പി എസ് അല്ലെ. ഇതിന്റെ 4 വശങ്ങൾ തുല്യമാവണം. ഈ വശങ്ങൾ എന്തിനാ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ ഡയഗണൽസിന്, വികരണങ്ങളെ അല്ലെ. ഈ സൈഡ് ഡിപ്പെൻഡ്സ് ഓൺ ദി ലെങ്ത് ഓഫ് ദി ഡയഗണൽസ് അല്ലെ. അതായത് പി ക്യുവും എസ് ആറും എന്താണ്? പി ക്യുവും എസ് ആറും ഹാഫ് ഓഫ് എ സി. എ സി ഒരു വികരണം അല്ലേ, എ സിയുടെ പകുതിയാണ്. എ സി ഒരു വികരണമാണ്, ഒരു ഡയഗണലാണ്. അതുപോലെ ക്യു ആറും പി എസ് എന്താണ്? ഹാഫ് ഓഫ് ബി ഡി അല്ലെ. ബി ഡി എന്ന് പറയുന്ന വികരണത്തിന്റെ പകുതിയാണ് ക്യു ആറും പി എസും. അപ്പോൾ ഈ ക്യു ആറും പി എസും ഹാഫ് ഓഫ് ബി ഡി ആണ്. അതുപോലെ തന്നെ എസ് ആറും പി ക്യുവും ഹാഫ് ഓഫ് എ സി ആണ്, അതായത് വികരണങ്ങളുടെ പകുതിയാണ്. അങ്ങനെയെങ്കിൽ സമഭുജ സാമാന്തരികമാകണമെങ്കിൽ വികരണങ്ങൾ എന്തായിരിക്കണം? തുല്യമായിരിക്കണം. ഈ ഇതിലെ വികരണങ്ങൾ എന്തായിരിക്കണം? തുല്യമായിരിക്കണം. അപ്പൊ നമുക്ക് സമഭുജ സാമാന്തരികത്തിന്റെ കേസിൽ എന്ത് പറയാം? എയുടെ ഉത്തരം എന്ത് പറയാം നമുക്ക്? ഡയഗണൽസ് ഈക്വൽ ആയാൽ മതി. ഈ വികരണങ്ങളുടെ ശരിക്കുള്ള ചതുർഭുജത്തിന്റെ വികരണങ്ങൾ എന്തായാൽ മതി? തുല്യമായാൽ മതി. വികരണം തുല്യമാവണം. ഓക്കെ, വികരണങ്ങൾ തുല്യമായാൽ നമുക്ക് എന്ത് കിട്ടും? ആദ്യത്തെ സമഭുജ സാമാന്തരമായിട്ട് കിട്ടും. ഇത് ചതുരമാകാൻ എന്ത് ചെയ്യണം? ചതുരമാകാനോ
ഈ ചിത്രം നോക്കി എന്ത് പറയാൻ പറ്റും? ചതുരമാകണമെങ്കിൽ 90 ഡിഗ്രി വരണം അല്ലേ? അപ്പൊ ഇതെന്താണ് നോക്കൂ, എ സിക്ക് സമാന്തരമാണെന്ത് പി ക്യു വരുന്നത്, എ സിക്ക് പാരലാണ് പി ക്യു എസ് ആറും വരുന്നത്. അതുപോലെ ബി ഡിക്ക് പാരലാണ് ക്യു ആറും പി എസും വരുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ കോൺ 90 ഡിഗ്രി ആവണമെങ്കിൽ അത് ആര് തീരുമാനിക്കണം? ഈ വികരണങ്ങൾ തമ്മിലുള്ള കോൺ എത്രയാണ്? 90 ഡിഗ്രി ആവണം. ദി ആംഗിൾ ബിറ്റ്വീൻ ദ ഡയഗണൽസ് ആർ 90 ഡിഗ്രി, ദെൻ ഇതെന്താവും? ഇതൊരു ചതുരമാകും, ഇതൊരു റെക്റ്റാങ്കിൾ ആവും. അപ്പോൾ റെക്റ്റാങ്കിൾ ആവണമെങ്കിൽ എന്താണ് പ്രത്യേകത? ആംഗിൾ ബിറ്റ്വീൻ ഡയഗണൽ എന്താവണം? ഈക്വൽ ടു 90 ഡിഗ്രി, ഓർ ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലേഴ്സ് ആവണം, പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആവണം. വികരണങ്ങൾ പരസ്പരം ലംബമാവണം. ഈ ചതുർഭുജത്തിന്റെ ആദ്യത്തെ ചതുർഭുജത്തിന്റെ വികരണങ്ങൾ എന്താവണം? ആദ്യത്തെ ചതുർഭുജത്തിന്റെ വികരണങ്ങൾ എന്താവണം? പരസ്പരം ലംബമാവണം. അവ തമ്മിലുള്ള കോൺ എന്തായിരിക്കണം? വികരണങ്ങൾ തമ്മിലുള്ള കോൺ 90 ഡിഗ്രി ആവണം. പരസ്പരം ലംബമായാൽ നമുക്ക് എന്ത് കിട്ടും? ചതുരം അഥവാ റെക്റ്റാങ്കിൾ കിട്ടും. ഇനി സ്ക്വയർ ആവണമെങ്കിലോ? നമ്മൾ പറഞ്ഞു ഇതില് വികരണങ്ങള് പരസ്പരം ലംബങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് എന്താവും? ഇത് റെക്റ്റാങ്കിൾ ആവും, ചതുരമാവും. ഇനി സ്ക്വയർ ആവണമെങ്കിലോ? വശങ്ങൾ കൂടെ തുല്യമാവണം അല്ലെ? വശങ്ങൾ തുല്യമാവണമെങ്കിൽ എന്താവണം? വികരണങ്ങൾ തുല്യമാവണം. സാമാന്തരികത്തിന്റെ കേസിൽ പറഞ്ഞു, സമഭുജ സാമാന്തരികത്തിന്റെ കേസിൽ പറഞ്ഞ പോലെ ഡയഗണൽസ് ഈക്വൽ ആവണം, വികരണങ്ങൾ തുല്യമാവണം. അപ്പോ സമചതുരം ആവണമെങ്കിൽ, സ്ക്വയർ ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇവിടെ ഡയഗണൽ പെർപെൻഡിക്കുലർ ആവണം, പ്ലസ് കൂടെ എന്താവണം? ഈക്വലും ആവണം. ഡയഗണൽസ് എന്താവണം? ഡയഗണൽസ് അതായത് വികരണങ്ങൾ തുല്യവും ലംബവുമായാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ചതുർഭുജത്തിനകത്ത് വരയ്ക്കുന്നത് സമചതുരമായിട്ട് കിട്ടും. വികരണങ്ങൾ എന്താവണം? വികരണങ്ങൾ തുല്യവും പെർപെൻഡിക്കുലർ, ഈക്വലും പെർപെൻഡിക്കുലർ ആവണം, തുല്യവും ലംബങ്ങളും ആവണം. പരസ്പരം ലംബമായിരിക്കണം, തുല്യവുമായിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇത് സ്ക്വയർ എന്ന് കിട്ടും, സമചതുരം എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ കണ്ടീഷൻസ് മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഒരു വർക്കൗട്ട് പോലെ ചെയ്ത് നോക്കൂ. ഈ പറഞ്ഞ രീതിക്കൊക്കെ വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കൂ. ഇങ്ങനെ ആദ്യം വികരണം വരച്ചിട്ട് അതിനെ യോജിപ്പിച്ച് എന്ത് ചെയ്താൽ മതി? വരച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ചതുരത്തിന്റെ കേസിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ എന്താണ്? ഡയഗണൽസ് ഈക്വൽ ആവണം. ഡയഗണൽസ് ഈക്വൽ രണ്ട് വരകൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഈക്വൽ ലെങ്തിലുള്ള രണ്ട് വരകൾ വരച്ചിട്ട് അവയുടെ എൻഡുകൾ എന്ത് ചെയ്യുക? അവയുടെ അറ്റങ്ങൾ ഇങ്ങനെ കൂട്ടിമുട്ടിക്കുക. ഇപ്പോൾ വരയ്ക്കുമ്പോൾ ഇത് ക്ലിയർ ആയിട്ട് വരുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ രണ്ട് വികരണങ്ങൾ വരച്ചിട്ട് അവയുടെ അറ്റങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ കൂട്ടിമുട്ടിച്ച് ചതുർഭുജം വരയ്ക്കുക ആദ്യം. എന്നിട്ട് ഈ ചതുർഭുജത്തിന്റെ ഇവയുടെ മിഡ് പോയിന്റ്സ് എടുത്തിട്ട് എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് നോക്കൂ. ഞാൻ പറയുന്ന രീതി കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യൂ. നിങ്ങൾ ഇതുപോലെ കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കൂ. റോംബസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കൂ. അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് വികരണങ്ങൾ വരച്ചിട്ട് അവ ഏത് അളവിൽ വേണോ മുറിച്ച് കിടക്കാം. പെർപെൻഡിക്കുലർ ആവണോ എന്ന് മാത്രമേ നോക്കുള്ളൂ. അവയുടെ അറ്റങ്ങൾ തമ്മിൽ യോജിപ്പിച്ചൊരു ക്വാഡ്രിലാറ്ററൽ വരച്ചതിന് ശേഷം അവയുടെ മിഡ് പോയിന്റ്സ് കണക്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഒരു ചതുരം കിട്ടും. അതുപോലെ തന്നെ ഈക്വൽ ആൻഡ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സമചതുരം കിട്ടും. അപ്പൊ ഇത് ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ശരിയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ മൂന്നാമത്തെ ചാപ്റ്ററിലെ 4ാമത്തെ സെക്ഷൻ നമുക്ക് അവസാനിച്ചു. ഇന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ 5ാമത്തെ സെക്ഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. ഒരു ക്ലിക്ക്, ഒരു സബ്സ്ക്രൈബ്, അത്രയേ ഉള്ളൂ. അത് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീഡിയോ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു.